ഇതുവരെ വിനായകനെ കുറിച്ച് ആരും കേൾക്കാത്ത ഒരു പരാതി എന്ന് പറഞ്ഞാൽ പുള്ളി എന്ത് പ്രശ്നമുണ്ടെങ്കിലും 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് സെറ്റ് വരും. ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞാൽ പുള്ളി വേറൊരു മനുഷ്യനാണ്. പുള്ളി തരുന്ന പെർഫോമൻസ് ഐ മീൻ അത് അത് മാച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പുള്ളിക്ക് അൺമാച്ചബിൾ ആണ്. അത്ര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് വിനായകൻ. ഓഫ് ദ സെറ്റ് ദാറ്റ് ഇസ് ഹിസ് ലൈഫ്. അത് നമ്മൾ ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിനായകനുമായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് നോർമൽ ഡേറ്റ് വൈസ് ഇഷ്യൂസ് ക്ലാഷ് അത് എല്ലാ ആക്ടേഴ്സുമായിട്ടും വരും. നമ്മൾ ചിലപ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പം വിനായകനുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ആകുമ്പോൾ മാത്രം അതിനെ ഇച്ചിരി വലുതായിട്ട് കാണിക്കുന്നു എന്നല്ല, അത് അദ്ദേഹത്തിന്റെ ഇത് വെച്ചാൽ. പക്ഷെ അത് എല്ലാ ആക്ടേഴ്സുമായിട്ടും ഉണ്ടാവും. ജയസൂര്യയായിട്ടും ക്രിയേറ്റീവ് ഡിഫറൻസ് വരാറുണ്ട്. ധർമ്മജനുമായിട്ടും ചില കോമഡി നമ്മൾ ഇപ്പം വേണ്ടാന്ന് പറയുമ്പോൾ ധർമ്മജന് വിഷമം വരും. ഇതെന്താ എടുത്താൽ അതെന്താ എടുത്താൽ ഇതെല്ലാം എടുത്ത്. അപ്പം അതേ ക്രിയേറ്റീവ് ഡിഫറൻസുകൾ എല്ലാ സിനിമയിലും വരുന്ന പോലുള്ള ക്രിയേറ്റീവ് ഡിഫറൻസ് നമുക്ക് വിനായകനുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ചില കാര്യങ്ങൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ പുള്ളി പിണങ്ങി പോയി കാരോണി ഇരിക്കും, ചിലപ്പോൾ ഇറങ്ങിപ്പോവും. ആദ്യം പുള്ളി ഫോൺ ചെയ്യും, ഇതിനി ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യും, ചിലപ്പോൾ ഇറങ്ങി പോവും. പിന്നെ അടുത്ത ദിവസം പുള്ളി അനുനയിപ്പിക്കാനൊക്കെ എളുപ്പമാണ്, അനുനയിപ്പിക്കാൻ പാടാ. പക്ഷെ പുള്ളി സ്വയമായിട്ട് അങ്ങ് അനുനയിച്ചോളും. പുള്ളി ഒരു ഹ്യൂമൻ ആണ്. അതായത് പുള്ളി കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കുമ്പോൾ പുള്ളിക്ക് വിഷമം വരും. അതായത് അവര് എന്നെ കാത്തിരിക്കുകയല്ലേ, അതായത് ഇത്ര ആൾക്കാരല്ലേ, അപ്പൊ തന്നെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഞാൻ രാവിലെ 8 മണിക്ക് വരുമെന്ന് പറഞ്ഞേരെ എന്ന് പറയും. നമുക്കറിയാം ആ കോള് വരുമെന്ന്.